അമിനോ ആസിഡ്സും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ മുരിങ്ങ ഒലോഫേരിയ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുട്ടികൾക്കെല്ലാം നമുക്ക് വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ അഭാവം കൊണ്ട് ഒരുപാട് പേര് കുട്ടികളുടെ മരണസംഖ്യ വന്ന സമയത്ത് WHO തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് സാമ്പത്തികമായി അവർ ഒരുപാട് പിന്നിലാണ്. അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് മുരിങ്ങ പൗഡറാക്കുക, അത് ക്യാപ്സൂളാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മുരിങ്ങ അത് നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ വഴി വിതരണം ചെയ്യുക. അപ്പം ഭയങ്കരമായ മാറ്റം ഉണ്ടായി. എല്ലാവർക്കും ഈ മരണസംഖ്യ ഒരുപാട് കുറയുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് മുരിങ്ങയില ഒരു പ്രധാന പ്രോഡക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പം നമുക്ക് ക്യാപ്സൂൾ ചെയ്യാൻ പറ്റില്ല. മുരിങ്ങയിലേക്ക് ക്യാപ്സൂൾ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനമില്ല. അല്പം മുരിങ്ങയില കിട്ടിയതുകൊണ്ട് ഒരു ഗുണമില്ല. അപ്പോൾ അതിന് നമ്മൾ മുരിങ്ങ എക്സ്ട്രാക്ട് ചെയ്തു. അപ്പം മുരിങ്ങ എക്സ്ട്രാക്റ്റും ഓക്കെ അപ്പം മുരിങ്ങയുടെ എക്സ്ട്രാക്റ്റും അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റുകളെല്ലാം വേണം. അപ്പോൾ അത് നാച്ചുറലായിട്ട് കിട്ടുന്ന ബെറീസിൻ്റെ എക്സ്ട്രാക്റ്റും ആണ് നമുക്ക് കോഎൻസൈം എന്നൊക്കെ പറയുന്ന, അതുപോലെ ബ്രോക്കോളി, ഇതിലൊക്കെയാണ് നമ്മുടെ കോഎൻസൈം ഉള്ളത്. അപ്പോൾ കോഎൻസും മറ്റതിനകത്ത് വിറ്റാമിൻ സി ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ രണ്ടും കൂടെ സമന്വയിപ്പിച്ചാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം വിറ്റാമിൻ സി അത് നമ്മുടെ നാച്ചുറലായിട്ട്, വിറ്റാമിൻ ഇ, അതായത് 90% വിറ്റാമിൻസും മിനറൽസും മുരിങ്ങ എക്സ്ട്രാക്റ്റിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബെറീസും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യണം, കോഎൻസൈം കിട്ടണം. കോഎൻസൈം കിട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യം, നമുക്ക് പല പല പ്രശ്നങ്ങൾ, ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കോഎൻസൈം കുറയുന്നുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അതിപ്പോൾ ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ കോഎൻസൈം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർഡിയോവാസ്കുലാർ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതായത് ഹൃദയത്തിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടുക ഒക്കെ, അങ്ങനെ വരുന്ന പ്രശ്നങ്ങളുണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്ക് വിറ്റാമിൻ സിയുടെ കുറവുണ്ട്. വിറ്റാമിൻ സിയുടെ കുറവ് ഇത് തന്നെയാണ് ചെയ്യുന്നത്, കൊളാജൻ ഉൽപ്പാദനം കുറയും വിറ്റാമിൻ സി കുറഞ്ഞു പോയാൽ. അപ്പോൾ കൊളാജൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ബോഡിയിലെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്തണമെങ്കിൽ നമ്മളെ ഇന്റേണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും എല്ലാ കോശങ്ങളെയും ഫ്ലെക്സിബിലിറ്റി, അപ്പോൾ കോശങ്ങൾ കൊണ്ടാണല്ലോ എല്ലാം നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫ്ലെക്സിബിലിറ്റി നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വിറ്റാമിൻ സി ആവശ്യമാണ്. നമുക്കറിയാം കോവിഡ് സമയത്തൊക്കെ നമ്മളെല്ലാവരും വിറ്റാമിൻ സി ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് വിറ്റാമിൻ സി. അപ്പോൾ ഈ വിറ്റാമിൻ സിയും കോഎൻസൈമും കൂടെ ചേർന്നാൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ബോഡിയിൽ ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളെ മുരിങ്ങ ഒലോഫേരിയ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്കുണ്ടാവുന്നത് കോഎൻസൈം എന്താണ് ചെയ്യുന്നത്, കോശനാശത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് കോഎൻസൈം. അതായത് നമുക്ക് ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ പ്രായമായി വരുന്നതിനനുസരിച്ച് കോഎൻസൈം നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു.